ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഈറ്റ് വിത്ത് മുഫൂസ് അല്ല ഇറ്റ്സ് ഓൾ അബൌട്ട് മുഫൂസ്. എൻ്റെ ചാനലിൻ്റെ പേരൊന്ന് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോറി ഞാൻ പിന്നെ പറഞ്ഞുതരാം. സോ കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു, കുറേ കാലമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഒരു ഗ്യാപ്പ് വന്നു. സോ ഞാൻ ഇന്ന് മുതൽ വീണ്ടും കൺസിസ്റ്റൻ്റ്ലി വീഡിയോ ഇടാൻ നോക്കാം, ശ്രമിക്കാം. ബട്ട് ഉറപ്പ് പറയുന്നില്ല. ഇന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഇന്നത്തെ വീഡിയോ എന്തെടുക്കാൻ വിചാരിച്ചാൽ ജിമ്മ് പോകുന്നുണ്ട്. സോ അതിന് മുന്നുള്ള ഗെറ്റ് റെഡി ചെയ്യാൻ വിചാരിച്ചു. ഒരു മിനിമൽ ടച്ചപ്പ്, വേറൊന്നും ചെയ്യില്ല, മിനിമലായിട്ടുള്ള ഒരു ഗെറ്റ് റെഡി ചെയ്യാൻ വിചാരിച്ചു. സോ അപ്പം ഞാൻ എൻ്റെ കോസ്റ്റ്യൂം ഒന്ന് ചേഞ്ച് ആക്കി വരട്ടെ. ലെറ്റ്സ് ഗെറ്റ് റെഡി ഫോർ ദ ജിം. ഇത് തിരുമ്പാണ്. സോ ദിസ് ഈസ് ദ ഔട്ട്ഫിറ്റ്. ഫുള്ളായിട്ട് കാണുന്നില്ല അല്ലേ? അത് ഷോ യു. ക്യാമറ കുറച്ച് താത്തിട്ട് എടുക്കാം. കാണുന്നില്ല മൈ പാൻറ്. കാണുന്നുണ്ട്, എനിക്ക് കാണുന്നില്ല. ഇതാണ് ഔട്ട്ഫിറ്റ്. ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് കൊടുക്കാം. ക്ലെൻസ് ചെയ്യാം ഫേസ് ആദ്യം. ഫേസ് വാഷ് ഇട്ടിട്ട് ദിസ് ഈസ് എ ഫേസ് വാഷ് ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഫാഷ് ഫോം. ഒരു ഫോം ഫേസ് വാഷാണ്, ഫോം ടൈപ്പ്. ഇത് എന്താ പറയുക, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ഫേസ് വാഷാണ്. ബിക്കോസ് എനിക്ക് വേറൊന്നും പറ്റാത്തത് കൊണ്ട്, സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് കൂടുതൽ ഒരു ഫേസ് വാഷ് എൻ്റെ ഫേസിന് പറ്റത്തില്ല. ഫേസ് വാഷ് എന്നല്ല, ഒരു ക്രീമാണെങ്കിലും ഇതാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടാണ് എൻ്റെ ഫേസിനത്. സോ ക്ലെൻസ് ചെയ്തിട്ട് ഫേസ്, എന്നിട്ട് ബാക്കി ഞാൻ പറയാം. പുതിയ യൂട്യൂബർ ആയതുകൊണ്ട് എനിക്ക് മറ്റേ വലിയ വലിയ യൂട്യൂബേഴ്സൊക്കെ ഇടുന്ന പോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എങ്ങനെ കോപ്പിറൈറ്റ് ഇല്ലാതെ ഇടാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ആർക്കെങ്കിലും അറിയെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇട്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ. ആക്നെ OC മോയ്സ്ചറൈസറും ആക്നെ UV സൺസ്ക്രീനാണ് ഇപ്പം ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത്. ഇതും ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, നിങ്ങളും ഡോക്ടർ പ്രിസ്ക്രിപ്ഷനോട് കൂടിയിട്ട് ചെയ്യുക. ബിക്കോസ് ഇതെനിക്ക് എഴുതാൻ കാരണം കുറേ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്ത് നോക്കി, അതൊന്നും എൻ്റെ ഫേസിന് പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് ഫേസിന് സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് ഫേസിന് വളരെ ബുദ്ധിമുട്ടാണ്. എപ്പോഴാ എന്താ കുരു വന്നതെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഫേസിന് പിമ്പിൾ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട്. സോ ഫസ്റ്റ് ആക്നെ OC ഉണ്ട്. മോയ്സ്ചറൈസർ തേക്കണം. ഇത് എന്താ പറയുക, ഓയിലി സ്കിന്നിനായിട്ട് ബെറ്റർ സ്യൂട്ട്. എൻ്റെത് ഭയങ്കര ഓയിലി സ്കിന്നായതുകൊണ്ടാണ് ഇത് എനിക്ക് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തത്. ഇത് കയ്യിലൊക്കെ വീണ അടയാളമാണ്. ഇത് തേക്കുമ്പോൾ ഫേസ് അധികം ഓയിലി ആവില്ല, ഡ്രൈ ആയതുപോലെ നിൽക്കും. സൺസ്ക്രീൻ വൈകുന്നേരമായിട്ടുള്ളൂ. മനുവിൻ്റെ വണ്ടി ഓണായതാണ് ഇപ്പോൾ ദിവസം കൊണ്ട്. സോ സൺസ്ക്രീൻ എനിക്കിങ്ങനെ തേക്കുന്നതിൻ്റെ ഇടയിൽ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഫസ്റ്റായിട്ട് ആയിരിക്കും. ഗായ്സ്, എൻ്റെ ഫേസ് റെഡായോ? അഗെയിൻ നോ. ഞാൻ എപ്പോഴും ഒന്ന് എന്താ പറയുക, സൺസ്ക്രീനും ഇതേപോലെ മോയ്സ്ചറൈസറും യൂസ് ചെയ്യാറില്ല. ഇതേപോലെ ഇങ്ങനെ എന്തെങ്കിലും റിയാക്ഷൻസോ കാര്യങ്ങളോ വരികയാണെങ്കിൽ, ഇതിപ്പോൾ എൻ്റെ തേക്കുന്നതിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഗൈസ്, റെഡായതല്ല. ഇറ്റ്സ് എ ഭയങ്കര വൈറ്റ് കാസ്റ്റ് പോലെ തോന്നിക്കുന്ന ഒരു സൺസ്ക്രീനാണ്. ഇത് തേച്ചിട്ട് വലിയ പ്രശ്നമില്ല. അതിന് മുന്നേ ഞാൻ സൗദിയിൽ നിന്ന് കൊണ്ടുവന്നതിന് ഇതേപോലൊരു സൺസ്ക്രീന്, അത് തേച്ചപ്പോൾ ഭയങ്കര റിയാക്ഷൻ ചെയ്യുന്നു എൻ്റെ ഫേസിന്. പിന്നെ ഡോക്ടർ കാണിച്ച്, പിന്നെ എൻ്റെ ഇവിടെ അടുത്തുള്ളൊരു
ഡോക്ടറെ കാണിച്ചപ്പോൾ ആ ഡോക്ടർ എനിക്ക് ഡോക്ടർ ഷെത്തിൻ്റെ ഒരു സൺസ്ക്രീന് പ്രിസ്ക്രൈബ് ചെയ്തിരുന്നത്. അതിനുശേഷം അതും ഇതേമാതിരി തന്നെ ഭയങ്കര റിയാക്ഷൻ വന്നത്. എൻ്റെ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ തരിതരിയായിട്ട് ഫേസ് മൊത്തം തരിതരി വന്നു. സോ സൺസ്ക്രീൻ ആൻഡ് മോയ്സ്ചറൈസർ, മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ സെറ്റ് ആയിട്ടുണ്ട് ഫേസിൽ. ഹെയർ ഞാൻ പോണിറ്റെയിൽ തന്നെ കിട്ടി, കാരണം കുറച്ച് ഹെയറേ ഉള്ളൂ. നെക്സ്റ്റ് ഹാൻഡ് ഗ്ലൗസിലാണ്. ഞാൻ എപ്പോഴും ഹാൻഡ് ഗ്ലൗസ് ഇട്ടിട്ടാണ് പോവാം. പിന്നെ വേറെ ഹാൻഡ് ഗ്ലൗസ് ഉണ്ട്, അതെന്താ വെച്ചാൽ കുറച്ച് കട്ടിയുള്ളത്, ഞാൻ കാണിച്ചു തരാം. അത് ജിമ്മിൽ പോകുമ്പോൾ നിർബന്ധമാണ്, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ അതില്ലാണ്ട് പറ്റൂല, കൈ വേദനിക്കും. ഹാൻഡ് ഗ്ലൗസ് ഇത് സെറ്റ് ആയതിനു ശേഷം ദിസ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്, മൈ ലിപ് ബാം. ഇത് ഒരു ചെറി ലിപ് ബാമാണ്, മെയ്ഡ് ഇൻ സൗദിയിൽ നിന്ന് കൊടുത്തു വെച്ച്. നല്ല ഡാർക്ക്, ഒരു പിങ്ക് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. ഐ ലവ് ദിസ്, കറൻ്റ്ലി ഫേവറേറ്റ്. ലിപ് ഗ്ലോസ് ഒക്കെ ഇട്ട പോലെ കുറച്ച് ഗ്ലോസി ആയിട്ട് നിൽക്കും. ഗൈസ് കാണുന്നുണ്ടോ? സോ സെറ്റ്. ഏകദേശം ഗെറ്റ് റെഡി വിത്ത് മീ ഈസ് ഓവർ ആൻഡ് ദിസ് ഇസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇതാണ് എൻ്റെ സ്പെക്സ്, കണ്ണ് കാണാൻ വെക്കുന്ന സ്പെക്സ്. ആൻഡ് ബോട്ടിൽ ആൻഡ് ടവൽ, ജിമ്മിക്കുള്ള ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ദിസ് ഇസ് മൈ ബോട്ടിൽ. ലുക്കല്ല, ലുക്ക് സെൽഫ് മോണിറ്ററിങ്. ഇന്നത്തെ ഞാൻ പറഞ്ഞ എൻ്റെ കുട്ടി വ്ളോഗ് ഈസ് ഓവർ ആൻഡ് ജിമ്മിൽ പോകാൻ ടൈമായി, ലേറ്റായി. ഈ ഗെറ്റ് റെഡി വിത്ത് മീ എടുത്തിട്ട്. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. നെക്സ്റ്റ് വീഡിയോ എന്തെടുക്കും ആലോചിക്കട്ടെ. സോ ഗൈസ് ബൈ. I will show you guys my full outfit. Today's outfit. മൈക്കില്ലാത്തതുകൊണ്ട് കേൾക്കുന്നുണ്ടെന്നറിയില്ല. This is my outfit. This is my look today. I love myself.